Hi, good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening, Good evening, sir. sir. Good evening, sir. Good Good evening, evening. sir. Good evening. Good evening, sir. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് തുടർന്ന് വരുന്ന ആ ഒരു പരമ്പരയുടെ നാലാമത്തെ അധ്യായം ക്രിസ്ത്യൻ ഡി ലാർസന്റെ ദി പാത്വേ ഓഫ് റോസസ് എന്ന പുസ്തകത്തിന്റെ നാലാമത്തെ അധ്യായം. വളരെ പവർഫുൾ ആയ ഒരു പുസ്തകമാണ് ദി പാത്വേ ഓഫ് റോസസ്. നമുക്കെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള കാലത്ത്. ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പുതിയ ആ ഒരു എവല്യൂഷന്റെ ഭാഗമായി നമ്മളെല്ലാവരും ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കുകയും മികച്ച ഒരു ജീവിതം സൃഷ്ടിക്കുവാനും തയ്യാറാകേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒട്ടേറെ അറിവുകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് പാത്വേ ഓഫ് പ്രോസസ് എന്ന് പറയുന്നത്. അതില് പറയുന്ന നാലാമത്തെ അധ്യായം ദി ട്രൂ ഓർഡർ ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ യഥാർത്ഥ ക്രമം എന്നാണ്. ട്രൂ ഓർഡർ ഓഫ് തിങ്സ് എന്നാണ്. ജീവിതത്തില് കാര്യങ്ങൾ ഭംഗിയായി നടക്കേണ്ടതിന് വേണ്ടി ഉള്ള ഒരു ക്രമം എന്നുള്ളതാണ് ആ ഒരു അധ്യായം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മള് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളേറിയ സാഹചര്യം നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ക്രമം തെറ്റിയ ഒരു തെറ്റൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു താളപ്പിഴകൾ കൊണ്ട് സംഭവിക്കുന്നു. ആ താളപ്പിഴകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആ താളം തിരിച്ചു പിടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമുക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് നമ്മുടെ കൈകളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മളിപ്പോഴും പലതിനെയും പുറമേയുള്ള പലതിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആളുകളെ ആയാലും പുറമേയുള്ള പല സാഹചര്യങ്ങളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരൊന്ന് കറക്റ്റ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എന്നുള്ള അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചത്. പക്ഷേ ഇപ്പോൾ അറിവിന്റെ വെളിച്ചങ്ങളാണ് സത്യത്തിൽ. നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിനകത്തെല്ലാം സത്യത്തിൽ ഈ അറിവുകൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മളിലേക്ക് ഡെലിവറി ചെയ്യപ്പെടാത്തത് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും നമ്മൾ അങ്ങനെ ഒരു ബലഹീനരായ ആളുകളായി ജീവിച്ചു പോവുകയും ചെയ്യുകയാണ്. മറ്റുള്ളവരെ നമ്മളെ സഹായിച്ചെങ്കിൽ നമ്മളൊന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ള ഒരു അറിവിന്റെ ബേസ് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അങ്ങനെയല്ല, നമ്മുടെ കൈകളിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും പറ്റും. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പഠിപ്പിക്കുകയാണ് ഇത്തരം അറിവുകളും പുസ്തകങ്ങളും. അതുകൊണ്ട് ഒരു അറിവുകൾ നിങ്ങൾ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കേട്ട് ഇരിക്കുക. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു അറിവുകൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ആയിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ തിരിച്ചറിവുകളും ആശ്വാസവും നന്മയും ശക്തിയും എല്ലാം തരും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുവരെയുള്ള ഈ അറിവുകളുടെ കാലഘട്ടത്തിനിടയിൽ നിങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ അത്തരം ചില തിരിച്ചറിവുകൾ കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? ഒന്ന് പറയാമോ? ഡോക്ടറിനോട് കിട്ടി ബോധിച്ചു എന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ബോധിച്ചാൽ മതി, ആ ബോധത്തിലേക്കാണ് നമ്മൾ എത്താനുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം? മനുഷ്യന്റെ ജീവിതത്തെ 3 തലങ്ങളായിട്ട് തിരിക്കാം എന്നാണ് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. 3 തലങ്ങൾ. 1 ഫിസിക്കൽ, 2 സൈക്കിക്കൽ ഭൗതിക തലം, മാനസിക തലം, 3 സ്പിരിച്വൽ തലം അതായത് ആത്മീയ തലം. ഫിസിക്കൽ, സൈക്കിക്കൽ ആൻഡ് സ്പിരിച്വൽ എന്നാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ 3 തലങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്ന 3 തലങ്ങളും മനുഷ്യർ ഈ 3 തലങ്ങളും കൃത്യമായി ഉപയോഗിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അത് ട്രൂ ഓർഡർ ഓഫ് തിങ്സ്, കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ചില തലങ്ങൾ തെറ്റിപ്പോകുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിൽ താളം തെറ്റുന്നത്, ക്രമം തെറ്റിയിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പക്ഷേ ഈ 3 കാര്യങ്ങളുടെ കണക്ക് കൂട്ടുമ്പോൾ നമ്മളിൽ സാധാരണ നമ്മുടെ ഒരു ജനസമൂഹം നമ്മളെല്ലാം കണക്കാക്കി വെച്ചിരിക്കുന്നത് ഈ ഭൗതികവും മാനസികവുമായ തലം മാത്രമേ മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അതിന് മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ മനുഷ്യന് അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു തെറ്റായ ധാരണയായിട്ട് കാണുന്നത്. സത്യത്തില്
ഈ ഭൗതികവും മാനസികവുമായ തലം യഥാർത്ഥത്തില് ഒരു ഐസ്ബർഗ്, നമ്മൾ എപ്പോഴും ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു മഞ്ഞുമലയുടെ ആ ഒരു മുനമ്പിന്റെ ടിപ്പ് മാത്രമാണ് എന്നുള്ളതാണ്. അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ജീവിതം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് സത്യത്തില് ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതും അവന് ആവശ്യത്തിന് അവന്റെ സന്തുഷ്ടകരമായ ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയാതെ വരുന്നതും. ഈ ഭൗതികവും മാനസികവുമായ തലത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ ഒരു വശം ആ ഒരു ഐസ്ബർഗിന്റെ, ഒരു മഞ്ഞുമലയുടെ താഴേക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിയുന്നില്ല. ആ ഒരു വശമാണ് ആത്മീയ വശം എന്ന് പറയുന്നത്. ആത്മീയത എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഒരിക്കലും അതൊരു തെറ്റിദ്ധരിക്കരുത്. അതാണ് സത്യത്തിൽ മനുഷ്യന് എല്ലാ രീതിയിലും നിലനിർത്തുന്ന, എല്ലാ പവറും തരുന്ന അപാരമായ ശക്തി മനുഷ്യന്റെ സ്പിരിച്വൽ പവർ. ഈ ഒരു സ്പിരിച്വൽ പവർ, ഈ 3 തലങ്ങൾ, പക്ഷെ മനുഷ്യന് സംഭവിക്കുന്നത് ആദ്യത്തെ 2 തലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും മൂന്നാമതൊരു തലം അത് റിലീജിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. റിലീജിയസുമായിട്ട് മാത്രം ഈ ആത്മീയതയെ കണക്ട് ചെയ്ത് മാറി നിൽക്കുകയും, ഞാൻ അത്ര റിലീജിയസിലൊന്നും അല്ലാത്തത് കൊണ്ടും, എനിക്ക് അത്തരം വിശ്വാസങ്ങളോ ദൈവവിശ്വാസമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്കത് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ആ ഭാഗം ചിന്തിച്ചാൽ ചിലപ്പോൾ കുറച്ചിലാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആത്മീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം കുറഞ്ഞ പരിപാടി, അതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്, ദുർബലരായ ആളുകൾക്ക് വേണ്ടി. അത് റിലീജിയസിന്റെ ഭാഗം എന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഫിസിക്കൽ, ഭൗതികമായ കാര്യങ്ങളും മാനസികമായ കാര്യങ്ങളും മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളൊരു അന്ധമായ അല്ലെങ്കിൽ മൂഢമായ ഒരു വിശ്വാസമാണ്. അത് പാടില്ല എന്നുള്ളതാണ് ക്രിസ്റ്റ്യൻ ഡി ലാർസൺ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മളെ ഉണർത്തുന്നത്. അതില് ഈ ഫിസിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്, അതായത് ഭൗതികമായ തലത്തിനെ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ഭൗതികമായ അസ്തിത്വത്തിനും ഭൗതികമായ വസ്തുക്കളിലൂടെയും, അതായത് ഭൗതികമായ അസ്തിത്വത്തെയും ഭൗതികമായ വസ്തുക്കളെയും മാത്രം, അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് സത്യത്തില് ഫിസിക്കൽ പ്ലെയിനിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകൾ, അതായത് ഭൗതികവാദികൾ എന്ന് പറയും. കണ്ണിൽ കാണുന്നതും തൊടാൻ കഴിയുന്നതുമായ കാര്യങ്ങളിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്, സ്വന്തം ശരീരത്തിന് വേണ്ടി ജീവിക്കുകയും സ്വന്തം ശരീരത്തെയും സ്വന്തം പഞ്ചേന്ദ്രിയങ്ങളെയും മാത്രം ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആണ് ഭൗതികമായ ജീവിതക്രമം ഫോളോ ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ. ഇതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ശരീരത്തിന്റെ സുഖം അല്ലെങ്കിൽ ശരീരത്തിന് കാണാൻ കഴിയുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. കണ്ണിൽ കാണാൻ പറ്റുന്നത്, കണ്ണിൽ കാണാത്തതും മറ്റൊന്നും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു വിശ്വാസം വളരെ താഴ്ന്ന തലത്തിൽ നിന്ന് മാത്രമല്ല, അത് ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രം, യൂണിവേഴ്സിന്റെ പല ഡയമെൻഷനുകളിലായുള്ള യൂണിവേഴ്സിന്റെ ശക്തി ഉൾക്കൊള്ളുന്ന ഈ യൂണിവേഴ്സിൽ ഒരു വീക്ഷണകോണിലൂടെ മാത്രം കണ്ടുകൊണ്ട് ആ മനുഷ്യർ ജീവിക്കുകയും അതിന്റെ ഫലമായിട്ട് സിംഗിൾ ഡയമെൻഷൻ ലൈഫ്, അതായത് ഒറ്റ വീക്ഷണകോണം, അതിന്റെ ഫലമായിട്ട് അവരുടെ അവയർനെസ് ലെവൽ കുറഞ്ഞു പോവുകയും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ലെവൽ ജീവിക്കും. അവയർനെസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കാണുന്നത് മാത്രമല്ല, നമുക്ക് ഒരു മനുഷ്യന് മാത്രമായുള്ള ഒരു പ്രത്യേകതയാണ്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന് അവന്റെ കാഴ്ചകളെയും കാഴ്ചപ്പാടിനെയും അവന്റെ ബുദ്ധിയെയും ചിന്തയെയും എല്ലാം വർദ്ധിപ്പിച്ച് വിശാലമാക്കി വളർത്തി അവന്റെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുന്നതിനാണ് അവയർനെസ് ലെവൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സിംഗിൾ ഡയമെൻഷൻ അവയർനെസ് എന്ന് പറയുന്നത്, സിംഗിൾ ഡയമെൻഷനിലൂടെ മാത്രം നോക്കുമ്പോൾ സത്യത്തില് മറ്റ് ജീവജാലങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനിക്കുന്നു അതുപോലെ തന്നെ വലിയ രീതിയിൽ വ്യത്യാസപ്പെടാതെ ചിന്താരീതിയിലൊന്നും വ്യത്യാസം, കാരണം ചിന്തിക്കാനൊന്നും അനുവദിക്കില്ല. അധികം വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. കാരണം പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആ ചിന്തകൾ നിന്നുപോകും. അങ്ങനെ വരുമ്പോൾ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. അതിന്റെ ഫലമായിട്ട് അവന്റെ കാഴ്ചപ്പാടിൽ കോട്ടം തട്ടും. അതവനെന്ത് ചെയ്യും? ലോവർ ലെവലിലുള്ള ജീവിത രീതി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കാണാൻ കഴിയില്ല.
മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു ജീവിതം അവന് സൃഷ്ടിക്കേണ്ടി വരികയും തൽഫലമായിട്ട് ജീവിതം നിരന്തരമായ ട്രബിളുകളിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. ഈ ട്രബിളുകൾ അതാണ് എന്തുകൊണ്ടാണ് ട്രബിളുകളിലേക്ക് പോകുന്നത്? നമ്മൾ മുന്നിലുള്ള കാര്യം മാത്രമല്ലേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിന് വില കൊടുക്കില്ല. മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു വിഷയമില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ചിന്താഗതി, നമ്മുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നേടാൻ മാർഗം ഒരു വിഷയമല്ല എന്നുള്ള ചിന്താഗതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ പറയുന്നത് പോലെ മനുഷ്യൻ മനസ്സുകൊണ്ട് താഴ്ന്നു പോകും. അതാണ് അവയർനെസ് ലെവൽ താഴ്ന്നു പോകും. കോൺഷ്യസ്നെസ് ലെവൽ താഴ്ന്നിട്ട് മനുഷ്യൻ ക്രമേണ അവരുടെ ചിന്താരീതിയൊക്കെ താഴ്ന്ന് അത് പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ട് സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിനകത്ത് അതിന്റെ കർമ്മഫലമായിട്ട് ധാരാളം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിരന്തരമായിട്ട് വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുന്നത് ഭൗതികമായ ചിന്തയായതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരാണ് അതിന് കാരണം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ നിരന്തരം ജീവിതത്തിലുടനീളം വിരോധം, വിഷമം, ദേഷ്യം അങ്ങനെയുള്ള വൈകാരിക അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ട് കഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് അവർ തുറന്നു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിന്റെ ഒരു കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൗതികമായ പ്ലെയിനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ എന്താ പറയുക ഒരു പരിണിത ഫലമാണ്. സത്യത്തില് ഈ ഒരു റിലീജിയസ് ആയിട്ടുള്ള അദ്ദേഹം ആ ഒരു ഭാഗത്തിൽ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പോയിന്റും കൂടിയുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ആളുകളും സത്യത്തില് റിലീജിയസ് ആണെന്ന് പറയുമെങ്കിൽ കൂടിയും അവർക്ക് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളമായ റിച്വൽസ് ഉണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, സിംബൽസ് ഉണ്ട്, റിലീജിയസ് സിംബൽസ് ഉണ്ട്, വേദഗ്രന്ഥങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം സത്യത്തിൽ ആ റിലീജിയൻ ആളുകൾക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്പിരിച്വലായ കണക്ഷൻ ലഭിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിലും അല്ലെങ്കിൽ ആചാരങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു അനുഷ്ഠാനങ്ങളിലും ആ ഒരു ആത്മീയമായിട്ടുള്ള ഗ്രാഹ്യം അവർക്ക് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു ഭൗതികവാദികളിൽ നിന്ന് വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് കൊള്ളാൻ പറ്റിയോ? അതായത് നമ്മൾ നല്ല രീതിയിൽ റിലീജിയസ് ആണെന്ന് നമ്മൾ നല്ല മതപരമായ നല്ല വിശ്വാസമുള്ളവരാണെന്ന് നമ്മൾ കരുതും. റിലീജിയസ് ആയിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വ്രതങ്ങളും എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ ഒരിക്കലും ആ വ്രതങ്ങളായാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എന്തിനു വേണ്ടി തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അതിന്റെ പിന്നിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷന് വേണ്ടിയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പിരിച്വൽ കണക്ഷൻ, അപാരമായ ശക്തി അതിലൂടെ മനുഷ്യൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ മനുഷ്യൻ അത് ചെയ്തൊരു ചടങ്ങിന് വേണ്ടി, ഞാനൊരു മതവിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ അതിന്റെ മതത്തിൽ പിന്തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മാത്രമായിട്ട്, ചടങ്ങിന് വേണ്ടി മാത്രമായിട്ട് അത്തരം ആചാരങ്ങൾ ചെയ്യുമ്പോൾ അതൊരിക്കലും അവർക്ക് ഒരു വ്യത്യാസം അവരുടെ ജീവിതത്തിൽ വരുത്തില്ല എന്ന് മാത്രമല്ല അവർ ഈ മേൽപ്പറഞ്ഞ ആ ഒരു ഭൗതികവാദികൾക്ക് തുല്യമായി തന്നെ ജീവിച്ചു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മളെല്ലാം ഈ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ പിന്തുടരുന്നവരാണല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടാണ് പിന്തുടരുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രബിൾസ് വരില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് ഉൾക്കൊണ്ട് അതിന്റെ ആത്മീയമായ തലത്തിലേക്ക് കണക്റ്റ് ആവാത്തത് കൊണ്ടാണ്. അത് സത്യത്തിൽ റിലീജിയൻസ് നിലകൊള്ളുന്നത് മനുഷ്യനെ ഈ സ്പിരിച്വലി കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതൊരിക്കലും മനുഷ്യൻ അത് കൃത്യമായിട്ട് സ്പിരിച്വൽ എന്ന് പറയുന്ന സംഗതിയില്ല. അത് ജസ്റ്റ് ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായിട്ട് പ്രാക്ടീസുകൾ ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യനും അതിന്റെ ശക്തി മിസ്സായി പോകുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ്. രണ്ടാമത്തെ ഒരു തലം, പ്രതലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അത് സൈക്കിക്കാണ്, അതായത് മാനസികമായ തലമാണ്. വേറൊന്നുമല്ല, മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറമേയുള്ള കാര്യങ്ങൾ, അതായത് ഉള്ളിലുള്ള സോളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പുറമേയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മനസ്സിൽ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തി അതിങ്ങനെ ഒരു അമ്മാനമാടുന്നത് പോലെ ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ എപ്പോഴും സ്വന്തം ഉള്ളിലെ ആ ഒരു ഇമോഷൻസ്, അതായത് ഫീലിങ്സ് ഇമോഷൻസും പുറമേ ഉള്ള കാര്യങ്ങളെ ആശ്രയിച്ച് മാത്രം
നിലകൊള്ളുന്ന ഒരവസ്ഥ. ഒരു ഉദാഹരണത്തിന്, നമ്മൾ എത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്താലും, ചില കാര്യങ്ങൾ ചെയ്താലും അതിന് പുറമേയുള്ള ആളുകളുടെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും, നമുക്കൊരു മനസ്സിന് ശാന്തത കിട്ടാത്ത, നമുക്ക് സ്വയം അംഗീകരിക്കാത്ത ഒരവസ്ഥ. അതാണ് ഈ സൈക്കിക്കൽ പ്ലെയിനിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകത. മാനസികമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ, മാനസികമായ ആ ഒരു അവസ്ഥയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ആളുകളെ അല്ലെങ്കിൽ ചുറ്റുമുള്ള ബാഹ്യമായ കാര്യങ്ങൾ അവരുടെ മാനസികമായ തലത്തിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. മാനസികമായ ഒരു അവസ്ഥയെ സന്തോഷിപ്പിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുക. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, കിട്ടിയോ നിങ്ങൾക്ക്? യെസ്, സീക്കിങ് എക്സ്റ്റേണൽ വാലിഡേഷൻ. അത് തന്നെയാണ്. എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനമുള്ളൂ. മറ്റുള്ളവരുടെ കണ്ണിലൂടെ മാത്രം. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് യാതൊരു വാല്യൂ ഇല്ല. നമ്മൾ സന്തോഷിക്കണമെങ്കിൽ പുറമേ നിന്ന് ആരെങ്കിലും നമ്മളെ സന്തോഷിക്കണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം നിലനിൽക്കുക. അതിന്റെ ബേസിൽ എപ്പോഴും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അതിന്റെ ബേസിൽ ഇങ്ങനെ ആടി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളുകളാണ്. നമ്മുടെ ഉള്ളിനകത്തുള്ള സോളില് സകല പവറും അടങ്ങിയിരിക്കുന്നുണ്ട്. ആ സോളിൽ നിന്ന് വരുന്ന ആത്യന്തികമായ ആനന്ദം എന്ന് പറയുന്ന ഇമോഷൻസ് നേടിക്കൊണ്ട് നമ്മൾ എന്ത് അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിലും നമ്മളെ സ്വയം നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ ആ ഒരു പവറും ശക്തിയും സ്നേഹവും സന്തോഷവും ജോയിയും, അതായത് ആനന്ദവും കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അല്ലാത്ത പക്ഷം നമ്മൾ സൈക്കിക്കലായിട്ടുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കുവാനുള്ളത്. സൈക്കിക്കൽ പീപ്പിൾ, യെസ്, വിൽ ബി ഫിസിക്കൽ ആൾസോ. തീർച്ചയായിട്ടും സാർ, അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ഈ പ്രധാനമായിട്ടും അവരുടെ ഈ ഇമോഷൻസ് ആണ്. അവർക്ക് ഭൗതികമായിട്ടും, എന്നാലും ഒന്നുകൂടെ ക്ലാരിറ്റിയോട് പറയാം, അവരുടെ ഭൗതികമായിട്ടുള്ളതിനേക്കാളും അവരുടെ ഇമോഷൻസിനെയാണ് അവരെപ്പോഴും ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഇമോഷൻസിനെ ശാന്തമാക്കാനും ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉള്ളുകൊണ്ട് കറക്റ്റ് ചെയ്ത് നിർത്താനും എപ്പോഴും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറമേയുള്ള പല ഘടകങ്ങളെയുമാണ്. അതാണ് പ്രധാനം. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടൊരു വ്യക്തിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് സ്പിരിച്വൽ പവർ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ശക്തി ലഭിക്കും. ആ പ്രകാശം ലഭിച്ചുകൊണ്ട് ഉള്ളിൽ കൃത്യമായ തണുപ്പ് ലഭിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് ഉന്നതമായ ആത്മീയ തലം, സ്പിരിച്വൽ പ്ലെയിൻ എന്ന് പറയും മൂന്നാമത്തെ പോയിന്റ്. എല്ലാവർക്കും ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷയങ്ങൾക്ക് എല്ലാത്തിനും കാരണം ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കാത്തതാണെന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ തന്നെ വന്നിട്ടുള്ള ചോദ്യം, അത് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ എന്തിൻ്റെയെങ്കിലും ഒരു കുറവ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷന്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അത് ഒരാൾക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ ഉത്തരം തന്നെയാണ് അവിടെ ഉള്ളത്. അത് തന്നെയാണ് ക്രിസ്ത്യൻ ഡി ലാർസൺ ഈ ഒരു പോയിന്റ് സമർത്ഥിച്ചുകൊണ്ട് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് നമ്മുടെ തന്നെ സോളിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോൾ എന്ന് പറയുന്ന അർത്ഥം പറഞ്ഞാൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സോൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ തന്നെ ആ ഒരു വലിയ ഒരു യൂണിവേഴ്സൽ പവറിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ യൂണിവേഴ്സൽ പവർ കുടികൊള്ളുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ സകല ശക്തിയും കുടികൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു കുറവ് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടായാലും നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിനും എല്ലാം പിന്നിൽ സത്യത്തിൽ നമ്മൾ ആ സോളുമായിട്ടുള്ള ഒരു പ്രോപ്പർ കണക്ഷൻ ലഭിക്കാത്തത് കൊണ്ടാണ്. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് വിശ്വസിച്ചുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി നിങ്ങൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും സകലത്തിനും പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. കാര്യം എല്ലാത്തിൻ്റെയും ഉത്തരം അവിടെ തന്നെയാണ്. ഇത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഈ ഒരു സെഷൻസിലൂടെ സംസാരിക്കുന്ന പോയിന്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു പുസ്തകത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും അത് ആവർത്തിച്ചുണർത്തുകയാണ്.
എന്ന് പറഞ്ഞാൽ ഭൗതികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ സത്യത്തില് അത് എടുത്തു പറയുന്ന ഒരു പോയിന്റ്, നമുക്ക് ജീവിതത്തിൽ കുറവുകൾ ഉണ്ട് എന്ന് തോന്നുമ്പോൾ അത് മനുഷ്യന്റെ ഫാൾട്ടാണ്. അത് സ്വന്തം സ്പിരിച്വൽ പ്ലെയിനിലേക്ക്, അതായത് സ്വന്തം ആത്മീയ ഭാഗത്തിലേക്ക് നോക്കാതെ എപ്പോഴും ഈ മറ്റുള്ളവർ എന്നെ ഒന്ന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ എടുത്തു പറയുന്നത്. ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഡീപ്പായിട്ട് പോകുന്ന ഒരു പുസ്തകമാണ്. വരും അധ്യായങ്ങളിൽ വളരെ ഡീപ്പായിട്ട് തന്നെ ഈ സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. എന്നാലും ഒരു പോയിന്റ് പ്രധാനമായിട്ടും പറയുന്നത് ഭൗതികവും മാനസികവുമായ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കലും സൈക്കിക്കുമായിട്ടുള്ള എല്ലാം സോളിൽ അടങ്ങിയിരിക്കുന്നു. പരിപൂർണമായ ആരോഗ്യം നമ്മുടെ തന്നെ ആത്മാവിലാണ് അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ സോഴ്സ് ആയിട്ടുള്ള യൂണിവേഴ്സ്, നമ്മുടെ ഒരു സോളിന്റെ സോഴ്സിൽ നിന്നുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്റ്റൻഷൻ നമ്മൾ പറയുന്നെങ്കിലും അത് തന്നെയാണ് നമ്മൾ അവിടെ ആയിട്ടുള്ള കണക്ഷനിൽ ചെറിയൊരു എവിടെയോ ട്രബിൾ വന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ശാരീരികമായ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ കാരണവും നിങ്ങളുടെ സോളിലാണ് അടങ്ങിയിരിക്കുന്നത്. സോളിന്റെ മറവ് മൂലമാണ് സംഭവിക്കുന്നത്. സോള് പരിപൂർണമായ അബണ്ടൻസ് ആണ്. ഈ രീതിയിൽ വേണം നമ്മൾ സ്പിരിച്വാലിറ്റിയെ മനസ്സിലാക്കിയെടുക്കാൻ. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു മഞ്ഞുമലയുടെ ടിപ്പിൽ കാണുന്ന ആ ഒരു ഭാഗത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ, ആ ടൈറ്റാനിക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നത്. അതായത് ടൈറ്റാനിക് ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമല്ലേ കണ്ടോളൂ. അതിന് താഴോട്ടുള്ള ആ ഒരു വലിയൊരു ഭാഗം കാണാത്തത് കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു വലിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും മനുഷ്യന് സംഭവിക്കുന്നത്. ഈ ഭൗതികമായ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയും ഭൗതികമായ തലങ്ങളിൽ നിന്നുകൊണ്ട് മറ്റ് മോറൽ സൈഡുകളൊന്നും നോക്കാതെ ആക്ഷനുകൾ എടുക്കുമ്പോൾ സംഭവിക്കുന്നതിന്റെ ബാക്കി താഴോട്ടുണ്ട് അതിന്റെ കോൺസിക്വൻസസ്. അത് ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതവർ അറിയുന്നില്ല. അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും മറ്റ് ഭൗതികമായ കാര്യങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇല്ലായിട്ടുള്ള ജീവിതം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇല്ലായിട്ടൊരു ജീവിതം കിട്ടേണ്ടി വരും. പക്ഷെ അതേസമയം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സത്യത്തിൽ നമ്മൾ ഡീപ്പ് ലെവലിലുള്ള സോളിലുണ്ട്. അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു തലത്തിനെയാണ് സ്പിരിച്വൽ പ്ലെയിൻ എന്ന് പറയുന്നത്. നമുക്കിത് അറിയാവുന്ന പോയിന്റ് തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും പറയുകയാണ്, സാമ്പത്തികമായ ഉയർച്ചയ്ക്ക്, സാമ്പത്തികമായ വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്കും സോളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാനുള്ളത്. ഈ സോളിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ അവയർനെസ് ലെവല് വർദ്ധിക്കും. അവയർനെസ് ലെവൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ, ബോധതലം ഉയരും. ഭൗതിക മാത്രം വിശ്വസിക്കുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തകൾ കുറയും. അതിനകത്ത് മാത്രം നമ്മൾ അതിന് സൊല്യൂഷൻ എങ്ങനെ സൊല്യൂഷൻ കാണാൻ മാത്രം ചിന്തിക്കുകയും നമുക്ക് ആ വലിയ ശക്തിയിലേക്കുള്ള ചിന്ത പോകില്ല. അപ്പൊ ചിന്ത കുറയുമ്പോൾ അവയർനെസ് ലെവൽ താഴ്ന്ന തരത്തിലുള്ള ചിന്തകളിലേക്ക് മാത്രം പോകും. അതേസമയം നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളെ സോളിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിവൈൻ പവറിൽ വിശ്വസിക്കും വലിയ രീതിയിൽ. അത് ദൈവവിശ്വാസത്തിലൂടെ ആകാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ പവറിലൂടെ ആകാം, സോളിന്റെ പവറിലൂടെ ആകാം, ഇന്നർ പവറിലൂടെ ആകാം. എങ്ങനെയാണ് നിങ്ങൾക്ക് അവരവരുടെ കാര്യത്തിനകത്ത് വിശ്വസിച്ചുകൊണ്ട്, അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉയർന്ന തലത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഈ അവയർനെസ് ലെവൽ വർദ്ധിക്കും. അവയർനെസ് ലെവൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈ ഒരു ഇന്ദ്രിയങ്ങളുടെ പവർ വർദ്ധിക്കും. കാണുന്ന കാഴ്ചകളും നമ്മുടെ എല്ലാം വർദ്ധിക്കുന്നത് മാത്രമല്ല, നമ്മുടെ അട്രാക്റ്റീവ് പവർ, കാന്തശക്തി വർദ്ധിക്കും. ഇതിലൂടെ സംഭവിക്കുന്നത്, നമ്മൾ ഈ സാമ്പത്തികമായ ഉന്നതി നേടുവാൻ തക്ക വിധമുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളെ സാമ്പത്തികമായി ഉയർത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും നമ്മൾ കാണും. അവയർനെസ് ലെവൽ വർദ്ധിക്കുമ്പോൾ രോഗങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൃത്യമായ വഴികൾ നമ്മുടെ കണ്ണിന് മുന്നിൽ തെളിയും.
ജീവിതത്തിലുള്ള എല്ലാ ട്രബിൾസും മാറാനുള്ള വഴികൾ നമ്മുടെ കൺമുന്നിൽ തെളിയുന്ന രീതിയിലാണ് ഈ അവയർനെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് അപ്ഗ്രേഡും ഡൗൺഗ്രേഡും ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കോൺഷ്യസ്നെസ് ലെവലിനനുസരിച്ച്, നമ്മുടെ വൈബ്രേഷന് അനുസരിച്ച്. അതാണ് സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ ഈ കോൺഷ്യസ്നെസ് ലെവൽ അനുസരിച്ച് പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി വർദ്ധിക്കും. നമ്മൾ നെഗറ്റീവായിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ എന്ന് പറഞ്ഞാൽ അറിയാലോ, കഴിവ് കുറയും. കഴിവ് കുറയെന്ന് പറഞ്ഞാൽ അത് താണ തലത്തിലുള്ള കാര്യങ്ങളെ കാണുകയുള്ളൂ. താണ തലത്തിലുള്ള ആളുകളെ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. താണ തലത്തിലുള്ള ആളുകൾ കുഴപ്പത്തിൽ ചാടിക്കാനുള്ള ആളുകളെയൊക്കെ അട്രാക്ട് ചെയ്ത് വരുത്തും. അതങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി വരുന്നത്. ഏവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സത്യത്തിൽ ഈ ഒരു സ്പിരിച്വാലിറ്റി ഉള്ളത്. അത് നിങ്ങൾ ദൈവവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തുള്ള പിന്നിലുള്ള തിയറി എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു ആചാരം ഇങ്ങനെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം എന്തുകൊണ്ടാണ് ഈ വേദഗ്രന്ഥം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചുമ്മാ അങ്ങ് വായിച്ചുകളെ അതിന്റെ പിന്നിലുള്ള തത്വങ്ങളും തിയറികളും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും മനസ്സിൽ നേരെ ഇതിനകത്താണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കൂടിയും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പവർ, അപ്പൊ ഒരു ചുമ്മാ ചടങ്ങിന് ആളുകളെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്തായാലും ചെയ്യുന്നു, അത് പിന്നെ നല്ല പവർഫുൾ ആക്കി മാറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കൂടെ എന്നും കൂടി ഞാൻ പറയുകയാണ്. അതെല്ലാത്തിനും അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷൻസ് കിട്ടുന്നതാണ് സത്യത്തിൽ ഈ സ്പിരിച്വൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി. നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാം റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു ഭാഗം മാത്രമാണത്. താങ്ക് യു. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ക്രിയേറ്റിവിറ്റി. നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ക്രിയേറ്റിവിറ്റിയും വർദ്ധിക്കും, ചിന്താശേഷി വർദ്ധിക്കും, നമുക്ക് ഉള്ളിലുള്ള സകല കഴിവുകളും പുറത്തു വരും. അതുമാത്രമല്ല, മനുഷ്യന് എത്ര സമാധാനവും ശാന്തതയുമാണ് ലഭിക്കുന്നത്. എത്ര ഈസി ആയിട്ട് ആളുകളെ കാണാൻ പറ്റും. സന്തോഷത്തോടു കൂടി മനുഷ്യരെ സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. മനുഷ്യന് ഇത്ര ശാന്തമായിട്ട് ഉള്ളിനെ കൊണ്ടുവരാൻ കഴിയും. വെറുപ്പും വിദ്വേഷമൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ മനുഷ്യൻ ജീവിച്ചൂടെ. ആ രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്പിരിച്വാലിറ്റി. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. വളരെ ഡീപ്പായിട്ട് പോകുന്നുണ്ട് ഈ പോയിന്റ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് സംസാരിക്കാം വരും ദിവസങ്ങളിൽ കുറച്ച് ആഴത്തിൽ കേട്ടോ. ഈ ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു, ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ 3 പ്ലെയിനുകളുടെ പ്രാധാന്യം, അതിനകത്ത് 3 പ്ലെയിനുകൾ സത്യത്തിൽ വേണം. സത്യത്തിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള വിശ്വാസങ്ങളും വേണം. കാരണം തീർച്ചയായിട്ടും വെറും ആത്മീയവാദികളായി മാത്രം ജീവിക്കരുത്. ഭൗതികമായിട്ടും നമുക്ക് നല്ല ജീവിതം ജീവിക്കണം. അതിന് നമ്മൾ ഭൗതികമായ ആഗ്രഹം, മാനസികമായ സന്തോഷം വേണം. അതും തീർച്ചയായിട്ടും വേണം. പക്ഷെ അതിനെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് നമ്മുടെ സ്പിരിച്വൽ പ്ലെയിനെയാണ്. സ്പിരിച്വാലിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യണം. ഉള്ളിൽ അതിനേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും സൊല്യൂഷൻസ് ഔട്ടർ വേൾഡിൽ നമ്മൾ തെളിഞ്ഞ് വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് മാത്രം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, കണ്ണാടിയിൽ പ്രതിച്ഛായക്ക് കോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണാടിയിലല്ല അതിനെ ക്ലീൻ ചെയ്യാനുള്ളത്, എൻ്റെ ഒറിജിനലിനാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിന് അത് തീർച്ചയായിട്ടും പ്രതിഫലിച്ചു വരും എന്ന് വീണ്ടും ഉണർത്തിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഏതെങ്കിലും ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാതെയോ ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് തരാം. പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാത്തത്. പറയൂ. അല്ല സാറേ, ഫിസിക്കൽ എന്നുള്ളൊരു സംഭവം ആദ്യത്തെ പ്ലെയിൻ ഉണ്ടല്ലോ, അതിനകത്ത് ഭൗതികമായ അസ്തിത്വത്തെയും ഭൗതികമായ വസ്തുക്കളെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് വെറും ഭൗതികമായ കാര്യങ്ങൾ മാത്രം ഉള്ള ആളുകൾ. നമ്മളിപ്പോ എന്താ പറയാ, ലോകം കണ്ടിട്ടുള്ള വലിയ വിപ്ലവകാരികൾ, കാറൽ മാർക്സിനെയൊക്കെ പോലെയുള്ള വലിയ വിപ്ലവകാരികളൊക്കെ ഇതുപോലെ, അതായത് നാസ്തികരായിട്ടുള്ള ആളുകൾ, അവർ ഒരു തരത്തിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല പുറമേ നിന്ന് നോക്കിയാൽ. അവർ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സ്പിരിച്വാലിറ്റി തന്നെ ആയിരിക്കും, പക്ഷെ അത് അവരുടെ ലൈഫിൽ ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു എന്താ പറയുക, അത്രയും വലിയ അർത്ഥത്തിലുള്ള സ്നേഹത്തെയും മാനവികതയും
അതിരുകളില്ലാത്ത എല്ലാ മനുഷ്യരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒന്നാണെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ മാർസിനെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇവര് പറയുന്ന ആദർശങ്ങൾ, ഇപ്പൊ കമ്മ്യൂണിസം ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ അത്ര വലിയ മനുഷ്യ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. അതിന്റെ പ്രാക്ടിക്കൽ സൈഡൊക്കെ വേറെ കാര്യമാണ്, എന്നാലും ആ സങ്കല്പം അങ്ങനെയാണല്ലോ. അപ്പൊ അത് ഈ ഭൗതികം എന്ന് പറയുന്നതിനകത്തല്ലേ വരുന്നത്. അപ്പൊ അതിനകത്ത് തത്വത്തിലൊരു സ്പിരിച്വാലിറ്റി ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ഞാനത് പറയാം. എന്ന് പറഞ്ഞാൽ അത് രൂപപ്പെട്ട കാലഘട്ടം ഓർക്കണം. നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്ന പോലെ ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എവല്യൂഷനിലൂടെയാണ് കടന്നു വരുന്നത്. അതായത് നമ്മൾ ഇപ്പൊ കാണുന്നത് പോലെ അല്ല ഒരു 100 200 വർഷം അല്ലെങ്കിൽ ഒരു 500 വർഷം ബേക്കിലോട്ടൊക്കെ ഉള്ള മനുഷ്യരുടെ ചിന്താരീതികളും വളരെ താഴ്ന്ന, നമുക്ക് നമ്മൾ വിശാലമായ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് നമ്മൾ കാണുമ്പോൾ ഒരുപാട് സത്യത്തിൽ ഇപ്പൊ സൗഹൃദപരമായ ഒരു ലോകമാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി. അപ്പൊ മുമ്പ് ഒരു 200 300 വർഷം മുമ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യര് തീരെ അങ്ങ് അടിച്ചമർത്തപ്പെട്ട് അടിമത്തത്തിന്റെ കീഴിൽ ജീവിച്ച് ലോകമെമ്പാടും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്ന് എവല്യൂട്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ എന്നുള്ള രീതിയിൽ രൂപപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് അതിപ്പോ അങ്ങനെ ഒരു തത്വ സംഹിത തീർച്ചയായിട്ടും കൊണ്ടുവരുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ജനതയ്ക്ക് അത് ആപ്റ്റായിരുന്നു. ഒരു ഘട്ടത്തിൽ അതൊന്ന് ലെവലായി ഒന്ന് ലോകമൊത്തം പറഞ്ഞപ്പോൾ അത് ക്രമേണ അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ അതിന് പിന്നെ എന്ത് ചെയ്യും, നിലനിൽക്കില്ല, താഴോട്ട് പോകും. അതായത് മാനവികത എന്ന് പറയുക അൾട്ടിമേറ്റ്ലി യൂണിവേഴ്സ് എപ്പോഴും സ്നേഹമാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഇരുണ്ടൊരു കാലഘട്ടത്തിൽ ഇതൊന്നെ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റിയെടുത്ത് ഒരു 1.5 നൂറ്റാണ്ട് കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ 1 നൂറ്റാണ്ട് കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ആ ഒരു അവസ്ഥ ഇനി ഇതുപോലെ തന്നെ പഴയ തത്വത്തിലൂടെ അല്ലെങ്കിൽ ഈ ഭൗതിക തത്വത്തിലൂടെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്രമേണ എന്ത് ചെയ്യാൻ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും ആ സമയത്ത് ജനതയ്ക്ക് അത് ആവശ്യമായിരുന്നു. അതൊരു മാറ്റം, കാരണം പറഞ്ഞാൽ ലോകമുള്ള ഒരു അടിമത്തത്തിൽ മാറ്റാൻ ഈക്വാലിറ്റിയിലേക്ക് വന്നുകൊണ്ട് ഒരു ഇളക്കാൻ, വ്യത്യസ്തമായി ചിന്തിക്കാൻ ആ തത്വശാസ്ത്രം ഉപകാരപ്പെട്ടു. പക്ഷെ വൺസ് മനുഷ്യൻ മാറി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്തള്ളപ്പെട്ടു. താങ്ക് യു സോ മച്ച്. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇതുമായിട്ടൊന്ന് പറഞ്ഞു. നമ്മള് എപ്പോഴും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആണ്. ഒരു മനുഷ്യനെ ഒരിക്കലും അത് ഉള്ള കാലത്തോളം സ്ഥിരമായ ഒരു മാനസികാവസ്ഥയിൽ തുടരാൻ അനുവദിക്കില്ല. ഒരു മാനവികത അതേ ഒരു ഘട്ടം കഴിയുമ്പം അവരേതെങ്കിലും രീതിയിൽ അത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റ് ചെയ്തുകൊണ്ടോ അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ കാലങ്ങൾ അത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ കാലങ്ങളിലും എടുത്ത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലാണ് ഈ സബ്ജക്റ്റിനെ കാണാൻ. അപ്പോൾ ഒരു ഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. ഇപ്പോഴും അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നിലനിന്ന് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പോകണം. പക്ഷെ പറഞ്ഞോളൂ. സാറേ പറഞ്ഞ പോയിന്റിനോട് ജസ്റ്റ് സപ്ലിമെന്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ അതിനു മുമ്പേ ഉണ്ടായിരുന്നെങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് വന്ന രീതി ഉദ്ദേശിക്കുന്ന പോലെ ഫലവത്താകാതെ വരികയും മനുഷ്യനെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ എത്തുകയും ഈ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് കമ്മ്യൂണിസം സോഷ്യലിസം പോലത്തെ സിദ്ധാന്തങ്ങൾ നല്ല ഉദ്ദേശത്തോടുകൂടി വരികയും സ്പിരിച്വലായിട്ട് പോയ ആ പഴയ പന്ഥാവ് കൊണ്ട് നേട്ടം ഉണ്ടായില്ല എന്ന് കണ്ട് ഫിസിക്കലായിട്ട് തന്നെ ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം, പാർപ്പിടം, ഇവ കാര്യങ്ങൾ തന്നെ നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞ് ആദ്യം ഒരു കാലയളവിൽ അത് നന്നായിട്ട് പോയി. പിന്നീട് അതിന്റെ പ്രാക്ടീസും മുരടിച്ച് വരികയാണ് ഉണ്ടായത്. അതാണ് മുനി സാർ പറഞ്ഞത്. അത് ആ കാലഘട്ടത്തിൽ അതെ ഫോഴ്സ് ആയിരുന്നു. ഞാൻ അടുത്തായിട്ട് പറയാമെന്നാണ് ഫ്രീഡം. അതായത് മനുഷ്യന്റെ ഫ്രീഡം തടഞ്ഞുകൊണ്ടുള്ള ഫിലോസഫികൾക്കൊന്നും ദീർഘകാലം നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സാറിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറെ കൂടി ഒരു ഇക്വിറ്റബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, എല്ലാവർക്കും ഒരു കമ്പാരിറ്റീവ്ലി തുല്യത നേടാവുന്ന
ഒരവസരം വന്നു. ഇപ്പോൾ ഒരു സാധാരണക്കാരനും ഒരു ഒരു പരീക്ഷ എഴുതി ഡോക്ടർ ആവാം, IAS ആകാം നമ്മൾ കാണുന്നു. ആദിവാസി കുടിലുകളിൽ നിന്ന് IAS ഓഫീസേഴ്സ് വരുന്നു. വലിയ മാറ്റങ്ങളാണ് ശരിക്കും കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10-20 കൊല്ലം മുമ്പ് പോലും നടക്കാതിരുന്ന വളരെ കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾ നടക്കുന്നത് ഒരു മഹാകാര്യം കൂടിയാണ്. നല്ല പോയിന്റ്. അത്ര സപ്ലിമെന്റ് ചെയ്യാനേ ഉദ്ദേശിച്ചുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. സാർ, യങ് പീപ്പിൾ, സ്റ്റുഡൻസ് ഇവരൊക്കെ എങ്ങനെ ജീവിക്കും, എങ്ങനെ നാഷണൽ സർവീസ് ചെയ്യണം എന്നുള്ള ക്ലാസ്സൊക്കെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഞാൻ പറയുന്ന പോയിന്റുകളിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ടോ, എടുക്കാൻ കഴിയുന്നില്ലേ? സത്യത്തിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാമല്ലോ എങ്ങനെയാകണം ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന്. തീർച്ചയായിട്ടും പറ്റും സാർ. അപ്പൊ പിന്നെ അതാണ് വേണ്ടത്. കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഒരു ജനറലി പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ മനുഷ്യനും ലൈഫില് അവരുടെ ലൈഫ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം, അവരുടെ ജീവിതം എങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഈ ഒരു പറയുമ്പോഴും ഒരിക്കലും നമ്മൾ അവരവരുടെ റിലീജിയൻസ് ഉപേക്ഷിക്കാനോ ഒന്നും പറയുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു കൃത്യമായിട്ട് നമ്മളെ പ്രപഞ്ച നിയമങ്ങൾ കൃത്യമായിട്ട് ഉള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അത് നമ്മളെ ഓരോ ക്ലാസ്സുകളിലും അതിന്റെ പ്രാധാന്യം എടുത്ത് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ താഴേക്ക് പോകുന്നതിന് പ്രധാന കാരണവും അവര് ഒരു ഈ പ്രപഞ്ച നിയമങ്ങളുടെ അറിയാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യാതിരിക്കുകയും മറ്റുള്ളവരുടെ ഇമോഷൻസിന് വില കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സത്യത്തിൽ അവരെന്ത് പിന്നെ ട്രബിൾസിലേക്ക് വരും. ലൈഫ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല. ലൈഫ് പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെയാണ് അതാണ് ഈ ലൈഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്നാണ്. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് ഇത് ഈ ഫിസിക്കൽ പ്ലെയിനിൽ, അതായത് ഭൗതികമായ ഫോളോ ചെയ്യുന്നവർക്ക്, ഭൗതികത ഫോളോ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുന്നത്. അത് എപ്പോഴും അത് തന്നെയാണ്. നമ്മൾ ഇപ്പൊ കുഞ്ഞുങ്ങൾക്കായാലും നമ്മുടെ യുവതലമുറകൾക്കായാലും നിങ്ങളെല്ലാം നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സൃഷ്ടിക്കൂ. ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവിടെ നടക്കും. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ പിന്നെ സംഭവിക്കൂ. നാട്ടിലെ നിയമങ്ങൾ പാലിച്ചാൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് റിവാർഡും തരിക. അതായത് യൂണിവേഴ്സിന്റെ നിയമങ്ങൾ പാലിച്ചാൽ അത് നമുക്ക് റിവാർഡുകൾ തന്നുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സൽ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അവയർനെസ് ലെവൽ, ഈ പറഞ്ഞ കോൺഷ്യസ്നെസ് ലെവൽ ഉയർത്തും. യൂണിവേഴ്സൽ നിയമങ്ങൾ പാലിക്കാൻ ഇത്തിരി നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒരല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ എങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കുറച്ച് നെഗറ്റീവായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോസിറ്റീവായിട്ട് പോളിസികൾ മാത്രം പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സാക്രിഫൈസിങ്, കുറച്ച് എന്താ പറയുക, ത്യാഗങ്ങൾ വേണ്ട കാര്യമാണ്. പക്ഷെ ആ ത്യാഗത്തിനാണ് അവിടെ നമുക്ക് റിവാർഡ് തരുന്നത്. ആ ത്യാഗത്തിന് റിവാർഡ് തരുന്ന ആ ഒരു മനസ്സിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അവയർനെസ് ലെവൽ വർദ്ധിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. ഞാൻ യൂണിവേഴ്സൽ ലോസ് ഒക്കെ തെറ്റിച്ച് നടന്നപ്പോഴത്തേക്ക് ഇതിപ്പോ നമുക്ക് ഉണ്ടായിരുന്ന മാനസികാവസ്ഥയും ജീവിതാവസ്ഥയും എന്താണെന്നുള്ളതും അത് മാറ്റിയിട്ട് കഴിവിന്റെ പരമാവധി ഇപ്പൊ ഫോളോ ചെയ്ത് പോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റം, ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്നുള്ളത് ഈസി ആയിട്ട് ജീവിതം നമ്മൾക്ക് അനുകൂലമാക്കി തരുന്നത് എല്ലാം കണ്ടറിഞ്ഞതിന്റെ ഫലത്തിനകത്ത് ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നത്. ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാം. ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ആ യൂണിവേഴ്സൽ ലോസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മാത്രം മതി. താങ്ക് യു സോ മച്ച്. ലൈവ് സെഷൻസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹലോ ചോദിച്ചോളൂ. ഹലോ സാറേ ലാസ്റ്റ് ആയിട്ട് ഡൗട്ടോടെ ചോദിച്ചോട്ടെ. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി നല്ലതായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളെല്ലാം വില കുറവായിരിക്കും. ഇത്രയേറെ പൈസ ഉണ്ടാവില്ല ഒരു സാധനം മേടിക്കുന്നതിന്. ഈ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ആവാത്തത് നെപ്പോട്ടിസം റൂൾ ചെയ്യുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പൊളിറ്റീഷ്യൻസിനാണെങ്കിലും റൂൾ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം, ഇവർക്കൊന്നും ഇങ്ങനെ ബോധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറിവ്, ഇങ്ങനെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒരിക്കലും വേണ്ട? ഇപ്പൊ ഈ റിലീജിയൻ ആണെങ്കിലും സാർ പറഞ്ഞില്ലേ, റിലീജിയനിൽ ഓരോ ബുക്കുകൾ പോലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, പക്ഷെ അതിന്റെ പുറകിൽ നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പൊ അത് നെപ്പോട്ടിസത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഞാനൊരു കാര്യം പറയാം. നമ്മൾ കൃത്യമായിട്ട്
ഈ സീരീസിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലൈവ് സെഷൻസിലൂടെ ഒക്കെ ഇതിന് കൃത്യമായ ആൻസറുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു ഭരണകർത്താക്കള് ഒക്കെ എപ്പോഴും ആ ഒരു സൊസൈറ്റിക്ക് അനുസരിച്ച് മാത്രമേ വരുള്ളൂ. അതാണ് മനസ്സിലാക്കാനുള്ളത്. അതായത് ഭരണകർത്താക്കളുടെ ട്രബിൾ കൊണ്ടല്ല സൊസൈറ്റി വരുന്നത്. സൊസൈറ്റിയാണ് ഭരണകർത്താക്കള്, സൊസൈറ്റിയുടെ റിപ്രസെന്റേഷനാണ്. ഓരോ സൊസൈറ്റിക്കും അനുസരിച്ച് മാത്രമേ ഭരണകർത്താക്കൾ, നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഭരിക്കുന്നവരെ എപ്പോഴും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ അറിയുന്നില്ല അവർ നമ്മുടെ തന്നെ റെപ്രസെന്റേഷൻ ആണെന്നുള്ളത്. ഏതൊരു സമൂഹത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വികസിതമായിട്ടുള്ള, ഏറ്റവും സാമ്പത്തികമായിട്ട് ഉന്നതിയും വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഒരു 2-3 കൊല്ലം നമ്മുടെ നാട് ഭരിക്കാൻ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ നാട് നന്നാവില്ല. ആ ഭരണാധികാരി അല്ല നാടിനെ നന്നാക്കുന്നത്, അടിസ്ഥാന ജനതയാണ്. ആ അടിസ്ഥാന ജനതയുടെ അവയർനെസ് ലെവലും ചിന്താരീതിയും വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട് വികസിക്കും. ആ നാടിനനുസരിച്ചുള്ള ആ നാട്ടുകാർക്കനുസരിച്ച് ആ നാട്ടുകാരിൽ നിന്ന് തന്നെ മികച്ച ഭരണാധികാരികൾ, അങ്ങനെയാണ് നാടുകൾ വരുന്നത്. ഒരു ഭരണാധികാരി വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കുന്ന ഒരു ജനതയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് ആ രാജ്യത്തെ പെട്ടെന്ന് ഡെവലപ്പ് അത് അല്ലെങ്കിൽ അതിശക്തമായ നിയമങ്ങളുണ്ട്, എന്നാലും ഒരു പരിധി കൂടുതൽ പറ്റില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാന ജനതയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. അടിസ്ഥാന ജനതയുടെ അവയർനെസ് ലെവല് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അവർക്കാണ് നമ്മൾ ഈ ഒരു അറിവിലേക്ക് എത്തിക്കാനുള്ളത്. അതിലേക്ക് ഗവൺമെന്റിന് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. അവരെ കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത്, അത് ഇപ്പൊ US പോലുള്ള രാജ്യങ്ങളായാലും ഒക്കെ നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഇപ്പൊ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം 100 വർഷം മുമ്പ്, 110 വർഷം മുമ്പ് ഇറങ്ങിയൊരു പുസ്തകമാണ് US. എന്റെ അർത്ഥം എന്താണ്? 110 വർഷം മുമ്പ് ഇറങ്ങി ഫർഗോട്ട് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അത്ഭുതത്തോടെ അതിനകത്തുള്ള പല അറിവുകളും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു സമൂഹത്തിലേക്ക് അതിനു മുമ്പ് എത്രയോ പുസ്തകങ്ങൾ ഇറങ്ങിക്കാണും, അവർ എത്രമാത്രം ഹയർ ലെവലിൽ തോട്ട് പ്രോസസ്സിലേക്ക് എത്തിക്കാണും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ നമ്മൾ ഗവൺമെന്റിനെ ഒന്നും ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നമ്മൾ സ്വയം ആണ് റിഫ്ലക്ട് ചെയ്യാനുള്ളത്. ഞാൻ ശരിയാണോ, ഞാൻ ആണ് കറക്റ്റ് ആണ്. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ആ ഭരണാധികാരി കൊള്ളൂല, ഇവർ ഞാനുള്ളൂ, നമ്മളെ ഒരിക്കലും, അതൊക്കെ ഒളിച്ചോട്ടമാണ്. നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി പേഴ്സണലി നമ്മളിപ്പോ ഒരു സമൂഹത്തിലും പേര് ഹയർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മളിൽ നിന്ന് ആരെങ്കിലും മോശപ്പെട്ടു വരുമോ? നമ്മളിൽ നിന്ന് ആരെങ്കിലും നമ്മളൊരു ലീഡറെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളല്ലേ വരുള്ളൂ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മള് ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വരുന്ന ആളുകളും ബെസ്റ്റ് ആവും. അപ്പൊ പിന്നെയും ഡെവലപ്പായി വരും. യെസ്, അത് തന്നെ. ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ ലഭിക്കുന്നു. അത് തന്നെയാണ് സത്യം. അതെന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ലോകത്തുള്ള ഏത് ഭരണാധികാരികളായാലും അവർ ജനതകളെ കിട്ടുന്ന നോക്കുമ്പോൾ അവരുടെ ഭരണാധികാരികളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് കുറച്ച് നേരം നിർത്താൻ, മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പോയിന്റ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ലൈവ് സെഷൻസിൽ കൃത്യമായിട്ട് പങ്കെടുക്കണമെന്നുള്ളതാണ്. ലൈവ് സെഷൻസിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് നമ്മുടെ ഓരോരുത്തർക്കും ഹീലിംഗ് തരുന്നുണ്ട്. നമ്മളെ വൈബിന് ഉയർത്തണം, നമ്മളെ അവയർനെസ് ലെവൽ ഉയർത്തണം. നിങ്ങൾ ഈ വൈബ് നിങ്ങൾ നല്ല രീതിയിൽ വൈബ് കിട്ടുന്നുണ്ട്. ആ ഒരു വൈബ് നിങ്ങളുടെ ലൈഫിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ലൈവിൽ കയറിയിരിക്കാൻ മടിക്കരുത്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് നിങ്ങൾക്ക് അതിന് സ്പെഷ്യലായിട്ടൊരു വലിയൊരു പവർ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir.